ശരിയായിട്ടുള്ളത്. അവൾ വളരെ സുന്ദരിയും വളരെ പരിശുദ്ധിയുള്ളവളുമായിരുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി ഒറ്റപ്പദം എഴുതുക. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷാഭേദമാണ് പന്തിഭേദം എന്ന് പറയുന്നത്. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷാഭേദമാണ് പന്തിഭേദം എന്ന് പറയുന്നത്. തെറ്റായ പദങ്ങൾ ഏവ? ഇവയിൽ തെറ്റായ പദം 2ഉം 3ഉമാണ്. ഉച്ഛ്വാസവും ഉടമസ്ഥന് തെറ്റായാണ്. കല്യാണം എന്നത് ശരിയായിട്ടുള്ള പദമാണ്. സ്ത്രീലിംഗ രക്ഷകൻ എന്ന് പറയുന്നത് രക്ഷിക എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത്. ശൈലികൾ ശരിയായവ ഏവ? ഇവിടെ ശൈലികൾ ശരിയായിട്ടുള്ള 2ഉം 3ഉമാണ്. ബ്രഹ്മരാക്ഷസൻ എന്ന് വെച്ചാൽ മഹാദുഷ്ടൻ എന്നും, പച്ചപരമാർത്ഥി എന്ന് പറയുന്നത് സത്യം മാത്രം പറയുന്നവൻ എന്നുമാണ്. രാക്ഷസൻ എന്ന് പറയുന്നത് മഹാദുഷ്ടനും പച്ചപരമാർത്ഥി എന്ന് പറയുന്നത് സത്യം മാത്രം പറയുന്നവനുമാണ്. അടുത്തത് പരിഭാഷ. വെൻ ഹി കെയിം ഇറ്റ് വാസ് ടു ലേറ്റ്. ഇവിടെ ആൻസർ അവൻ വന്നപ്പോൾ വളരെ വൈകിപ്പോയി. വെൻ ഹി കെയിം ഇറ്റ് വാസ് ടു ലേറ്റ്. ആത്മകഥ, എഴുത്തുകാർ എന്നിവ ശരിയായിട്ടുള്ള. ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നുമില്ല, 3 തെറ്റാണ്. ആത്മരേഖ എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെയും എൻ്റെ കഥ മാധവിക്കുട്ടിയുടെയും കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, എൻ്റെ കഥ മാധവിക്കുട്ടി, ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വിപരീത പദം ഓജം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദമാണ് യുഗ്മം എന്ന് പറയുന്നത്. ഓജം എന്നതിൻ്റെ വിപരീത പദം യുഗ്മമാണ്. കൃതി, കർത്താവ്, തെറ്റായവ. ഇവിടെ തെറ്റായിട്ടുള്ള 1ഉം 2ഉം തെറ്റാണ്, 3ആണ് ശരി. പയ്യൻ കഥകൾ VKN ആണ്. പിരിച്ചെഴുതാം പിതൃത്വം എന്ന് പറയുന്നത് പിരിച്ചെഴുതാം പിതൃ പ്ലസ് അർത്ഥം എന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ശരിയെന്ന് പറയുന്നത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടതുപോലെ പഠിച്ചില്ല എങ്കിലും എഴുതാമെന്ന് വിചാരിക്കുകയാണ് ശരിയായിട്ടുള്ളത്. ഒറ്റപ്പദം എന്ന് പറയുന്നത് വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷാഭേദം എന്ന് പറയുന്നത് പന്തിഭേദം. തെറ്റായ പദങ്ങൾ ഇവിടെ 2ഉം 3ഉം തെറ്റാണ്. കല്യാണം എന്നതാണ് ശരി. സ്ത്രീലിംഗ രക്ഷകൻ എന്ന് പറയുന്നത് രക്ഷികയാണ്. രക്ഷകൻ എന്ന സ്ത്രീലിംഗം, രക്ഷകൻ്റെ സ്ത്രീലിംഗമാണ് രക്ഷിക. ശൈലികളിൽ ശരിയായവ എന്ന് പറയുന്നത് ബ്രഹ്മരാക്ഷസൻ മഹാദുഷ്ടനും പച്ചപരമാർത്ഥി സത്യം മാത്രം പറയുന്നവനുമാണ്. വിപരീത പദം ഓജത്തിൻ്റെ വിപരീത പദം യുഗ്മം എന്നാണ്. ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, എൻ്റെ കഥ മാധവിക്കുട്ടി, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയാണ്.